എൻ്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ പൊള്ളിച്ചതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വൃത്തിയാക്കിയ ചെമ്മീനിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പുപൊടിയും ഇനി കുറച്ച് കൊടംപുളി വെള്ളവും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ മാറ്റിവെക്കാം. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. ഇനി മാരിനേറ്റ് ചെയ്ത ചെമ്മീന് ഒരു മീഡിയം തീയിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ചെമ്മീൻ വേവിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നാൽ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ, അതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരും. ഇനി അടപ്പ് തുറന്ന് അതിലെ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കാം. ശേഷം ചട്ടി നമുക്ക് മാറ്റിവെക്കാം. ഒരു ചീൻചട്ടി അടുപ്പേ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ഒരു 2 തണ്ട് കരിവേപ്പിലയിട്ട് ഈ വേവിച്ച ചെമ്മീൻ കുറേശ്ശെയായി ഒന്ന് വറുത്തു പോരാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധികം മൂക്കാതെ വേണം വറുത്തു പോരാൻ, എന്നാലേ ചെമ്മീൻ സോഫ്റ്റും ടേസ്റ്റും ആകൂ. അങ്ങനെ ബാക്കിയുള്ള ചെമ്മീൻ മുഴുവനും വറുത്തു കോരി നമുക്ക് മാറ്റിവെക്കാം. ഇനി അതേ ചീൻചട്ടിയിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ച് കരിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവോളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചു വെക്കുന്നത് എളുപ്പം ഉള്ളി വതങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുപ്പ് തുറന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി വീണ്ടും ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇതിനടിയിൽ പിടിച്ച പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ചെമ്മീൻ വറുത്ത മസാലയാണ് കേട്ടോ. ഇനി വതങ്ങിയ ഉള്ളിയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വതക്കാം. ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തക്കാളി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കുറച്ച് കൊടംപുളി വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച മസാല എല്ലാം തക്കാളി ചേർത്തപ്പം ഉള്ളിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പം മസാലയെല്ലാം വതങ്ങി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് നമുക്ക് വറുത്ത ചെമ്മീൻ ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് പൊത്തി അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പം മസാലയുടെ ഉപ്പും പുളിയും എരിവും എല്ലാം ചെമ്മീനിലോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്വല്പം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി. ഇനി വാട്ടിയെടുത്ത വാഴയിലേക്ക് ചെമ്മീൻ മസാല ഇട്ട് പൊതിച്ചോറ് പൊതിയും പോലെ പൊതിഞ്ഞ് ഒരു വാഴനാര് കൊണ്ട് കെട്ടി നമുക്ക് പൊള്ളിച്ചെടുക്കാം. അത് ചട്ടിയിലോ ഓവനിലോ വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് പൊള്ളിക്കാം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ പൊള്ളിച്ചത് റെഡിയായി. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും എല്ലാം ചേരുന്ന ഒരു കിടിലൻ മസാലക്കറിയാ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എന്നെ വിവരം അറിയിക്കണം കേട്ടോ.